Hi dear students, welcome back to JEE Advanced 2024 question paper discussion. Question number 6, 7 and 8. Question number 6. Two uniform string of mass per unit length mu and 4 mu, length L and 2L respectively are joined at the point O and tied at two fixed end P and Q shown in figure. The string is under a uniform tension T. If we define the frequency nu 0 is equal to 1 by 12 root of T by mu. Which of the following statement is or are correct? അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽ ഉണ്ടാക്കിയ സ്ട്രിങ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ രണ്ട് സ്ട്രിങ്ങും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സ്ട്രിങ്ങിൻ്റെ രണ്ട് അറ്റങ്ങളും ഫിക്സ്ഡ് ആണ്. ഇതിൽ ടെൻഷൻ യൂണിഫോം ആണ്, ടെൻഷൻ ഇസ് ടി. അപ്പോൾ ഇതിനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിക്കുന്ന സമയത്ത് ഈ ഒരു സ്ട്രിങ് ഒരൊറ്റ ഫ്രീക്വൻസിയിലേ വൈബ്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ഫ്രീക്വൻസിയിലേ വൈബ്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ എങ്കിൽ ഇതിനെ രണ്ട് സ്ട്രിങ് ആയിട്ട് രണ്ട് ഡിഫറെൻറ്റ് മോഡിൽ സ്റ്റാൻഡിംഗ് വേവ് ഉണ്ടാക്കുന്ന വൈബ്രേഷൻസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിൽ ഇത്രയും പാർട്ട് ഒരു പെർട്ടിക്കുലർ മോഡിൽ വൈബ്രേറ്റ് ചെയ്യും, ഈ പാർട്ട് മറ്റൊരു പെർട്ടിക്കുലർ മോഡിൽ വൈബ്രേറ്റ് ചെയ്യും. രണ്ടിൻ്റെയും പോയിന്റ്, രണ്ടും കണക്ട് ചെയ്യുന്ന പോയിന്റ്, ആ ജംഗ്ഷന് ഒരു നോഡായിരിക്കും. ആ ജംഗ്ഷൻ ഒരിക്കലും ആൻറ്റി നോഡ് ഫോം ചെയ്യില്ല. കാരണം ഇതിലുണ്ടാവുന്ന സ്റ്റാൻഡിംഗ് വേവ് ഇവിടെ വെച്ച് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ബൗണ്ടറി ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ അവിടെ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ അവിടെ 180 ഫേസ് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു നോഡായിട്ടേ അത് ബിഹേവ് ചെയ്യുള്ളൂ. മാത്രമല്ല ഇതൊരു സിംഗിൾ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇത് രണ്ട് സെപ്പറേറ്റ് മോഡിൽ വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ സെപ്പറേറ്റ് മോഡിൽ കൃത്യമായ ഹാർമോണിക്കിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ദിസ് പോയിന്റ് ഷുഡ് ബി എ നോഡ്. സോ ഇതിൻ്റെ ഡയഗ്രാം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു രണ്ട് സെപ്പറേറ്റ് മോഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നു, രണ്ടിൻ്റെയും ഫ്രീക്വൻസി സെയിം ആയിരിക്കും. അപ്പോൾ ഇയാൾ വൈബ്രേറ്റ് ചെയ്യുന്ന മോഡ് ലെറ്റ്സ് എ N1 ആൻഡ് സെക്കൻഡ് വണ്ണ് N2. അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്ത് മുന്നോട്ടേക്ക് പോവാം. സോ ഫസ്റ്റ് വണ്ണിൻ്റെ ഫ്രീക്വൻസി N1 ഡിവൈഡഡ് ബൈ 2L റൂട്ട് ഓഫ് T ഡിവൈഡഡ് ബൈ mu. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു, ബിക്കോസ് ബോത്ത് വയർ ഷുഡ് ബി വൈബ്രേറ്റ് അണ്ടർ സെയിം ഫ്രീക്വൻസി, ബട്ട് ദ മോഡ് ഓഫ് വൈബ്രേഷൻ വിൽ ബി ഡിഫറെൻറ്റ്. And N2 divided by 2 into the length of the second portion is 2L, that is why 2 into 2L root of T divided by mass per unit length for second wire is 4 mu. So root of T by mu get cancelled out. L get cancelled out, 2 get cancelled out. So N1 is equal to N2 divided by, ഇവിടെ ഒരു 2 ഉണ്ട്, റൂട്ടിൽ നിന്ന് 4 പുറത്തേക്ക് വരുമ്പോൾ അത് 2 ആവും. 2 into 2 will get 4. So 4N1 is equal to N2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ N1 N2 ആദ്യത്തെ പോർഷന് വൈബ്രേറ്റ് ചെയ്യുന്ന മോഡും രണ്ടാമത്തെ പോർഷൻ വൈബ്രേറ്റ് ചെയ്യുന്ന മോഡും ഡിഫറെൻ്റ് ആണ്. അവ ഡിഫറെൻറ്റ് ഹാർമോണിക്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ആ ഹാർമോണിക്കിൻ്റെ ഓർഡറിൻ്റെ റേഷ്യോ 1:4 ആണ്. ഐ മീൻ N1 by N2 is equal to 1/4. N1 is 4 times of N2. അപ്പോൾ നമുക്ക് N1 ഫസ്റ്റ് ഹാർമോണിക് ആണെങ്കിൽ N2 ഡെഫിനറ്റ്ലി ഫോർത്ത് ഹാർമോണിക് ആയിരിക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ വൈബ്രേഷൻ മോഡ് എങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്ട്രിങ്ങിലുള്ള വൈബ്രേഷൻ ഫസ്റ്റ് ഹാർമോണിക് ആണെങ്കിൽ ദിസ് ഇസ് ദ പോയിന്റ് ഓഫ് ജോയിനിങ് അല്ലെങ്കിൽ ജംഗ്ഷൻ എന്ന് പറയാം. അത് ഫസ്റ്റ് ഹാർമോണിക്, അവിടെ നോഡാണ് ഫോം ചെയ്തിട്ടുള്ളത്, നോഡ്. സെക്കൻഡ് വയർ ഫോർത്ത് ഹാർമോണിക്കിലായിരിക്കും, 1 2 3 and 4. സെക്കൻഡ് string will be under fourth harmonic. So this is also node. ഈ ഏറ്റവും നോഡ് തന്നെ ആയിരിക്കും, നോഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് വൈബ്രേഷൻ ഉണ്ടാവുക. രണ്ടിൻ്റെയും ഫ്രീക്വൻസി സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസ് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, with a node at a point O and the minimum frequency of vibration of the composite string is nu 0. Nu 0 എന്ന് പറയുന്നത് 1/12 root of T by mu. മിനിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ഏറ്റവും മിനിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആയിരിക്കും. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഫസ്റ്റ് ഹാർമോണിക് N-ന് 1 കൊടുക്കുമ്പോൾ 1/12 root of T by mu എന്ന് വരും. സോ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ, വിത്ത് ആൻ ആൻറ്റി നോഡ് അറ്റ് എ പോയിന്റ് O. പോയിന്റ് O എന്ന് പറയുന്നത് രണ്ട് സ്ട്രിങ്ങും ജോയിൻ ചെയ്യുന്ന ആ ജംഗ്ഷനാണ്. അവിടെ ഒരിക്കലും ആൻറ്റി നോഡ് ഫോം ചെയ്യില്ല. രണ്ടും ഒരൊറ്റ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് സ്ട്രിങ്ങിൻ്റെ ജംഗ്ഷൻ ഷുഡ് ബി എ നോഡ്. So second option B is wrong. Third option C, when the composite string vibrate at a minimum frequency with the node at a point O, it has 6 nodes including the end nodes. അപ്പോൾ ഈ രൂപത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് there should be 6 node. There will be 6 nodes എന്നാണ് പറയുന്നത്, ഇൻക്ലൂഡിങ് അറ്റ് എൻഡ് നോഡ്. അത് ശരിയാണോ നമുക്ക് നോക്കാം. This is a node,
1 2 3 4 5 6 നോഡ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇവിടെ fourth harmonic ആണ്. So number of node will be n plus 1, 4 plus 1, that is equal to 5, and including the end. അപ്പോൾ ഈ ഇത്രയും പോർഷനിൽ 5 നോഡ്സ് ഉണ്ടാവും. ഈ എൻഡിൽ നോഡും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ +1, you will get total 6 nodes. So option C is also correct. No vibrational mode with an antinode at point O is possible for the composite string. Composite stringകളിൽ the point at the wires are connected. ആ പോയിന്റിൽ ഒരിക്കലും ആൻറ്റിനോഡ് ഫോം ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് വെരി കറക്റ്റ്. നോ വൈബ്രേഷൻ മോഡ് വിത്ത് an antinode at point O. It is also correct. So A, C, D are the right options. That is the solution of this question. Next one. A glass beaker has a solid plano-convex base. The refractive index is 1.6 as shown in figure. The radius of curvature of the convex surface is 9 centimeter. SPU. This is SPU. SPU. This one, SPU. So radius of curvature of this curved surface is 9 centimeter. So R is equal to 9 centimeter. Okay. While the plane surface STU is act as a mirror. This STU is act as a mirror. This one is act as a mirror. So plane surface is act as a mirror. So light ray will reflect back. Okay, let us see. The beaker is filled with a liquid of refractive index N up to the level of QRP. This is QRP. So ഇത്രയും പോർഷനിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത്രയും പോർഷനിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ വാട്ടർ ഫില്ല് ചെയ്ത പോർഷൻ വിൽ ആക്ട് ആസ് എ lens of refractive index, same as the refractive index of water, and it will be a concave lens, and the net diagram will be the combination of a convex lens of refractive index 1.6 and a concave lens of refractive index n. Okay. If the image of an object, a point object O at a height h OT in the figure is formed onto itself, then which of the following options are correct? Okay, അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് at h height above. ഇവിടെ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ തന്നെയാണ്. ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ദി ഒബ്ജക്റ്റ്, അറ്റ് ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ഇറ്റ് സെൽഫ്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ലൈറ്റ് റീട്രേസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് ഈ കോമ്പിനേഷൻ ഓഫ് ലെൻസിലേക്ക് പോകുന്നു. സോ ഇറ്റ് വിൽ റിഫ്രാക്ട്. രണ്ട് റിഫ്രാക്ഷൻ നടക്കും, രണ്ട് ലെൻസായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നെറ്റ് റിസൾട്ടൻ ഈ ലൈറ്റ് ലോവർ പോർഷനിലുള്ള STU ഇറ്റ് ആക്ട് ആസ് എ മിറർ, ആ മിററിൽ തട്ടും. സോ ഇറ്റ് വിൽ റിഫ്ലക്ട് ബാക്ക്. സോ ഇൻ ഓർഡർ ടു ഫോം ആൻ ഇമേജ് അറ്റ് ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ഇറ്റ് സെൽഫ്, അപ്പോൾ ഇവിടെ തന്നെ ഇമേജ് ഉണ്ടാവണമെങ്കിൽ ദ ലൈറ്റ് റേ ഷുഡ് റീട്രേസ് ഇറ്റ്സ് പാത്ത്. അങ്ങോട്ടേക്ക് പോയ അതേ പാത്തിലൂടെ തിരിച്ചു വരണം. എങ്കിൽ മാത്രമേ എവിടെ നിന്നാണോ ലൈറ്റ് റേ പോയത് അവിടെ തന്നെ തിരിച്ച് ലൈറ്റ് റേ എത്തണമെങ്കിൽ ലൈറ്റ് എങ്ങനെ ഏത് പാത്തിലൂടെ പോയോ അതേ പാത്തിലൂടെ തന്നെ ലൈറ്റ് റേസ് തിരിച്ചു വരണം. അപ്പോൾ ലൈറ്റ് റേസ് തിരിച്ച് അതേ പാത്തിലൂടെ തിരിച്ചു വന്നെങ്കിൽ മാത്രമേ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുള്ളൂ. അങ്ങനെ തിരിച്ചു വരണമെങ്കിൽ ദിസ് ലൈറ്റ് റേ ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ മിറർ when it is ഇൻസിഡൻറ്റിങ് ഓൺ ദ മിറർ. മിററിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റ് റേ ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ മിറർ. അപ്പോൾ അത് അങ്ങനെ തന്നെ റിഫ്ലക്ട് ചെയ്യും. സോ ഒരു മിററിലേക്ക്, പ്ലെയിൻ മിററിലേക്ക് ഇൻസിഡൻറ്റ് ആംഗിൾ 0, വിച്ച് മീൻസ് നോർമലിലൂടെ ലൈറ്റ് റേസ് വന്നെങ്കിൽ മാത്രമേ അത് അങ്ങനെ തന്നെ റിഫ്ലക്ട് ചെയ്യുള്ളൂ. സോ ദീസ് ലൈറ്റ് റേ ഷുഡ് ബി പാരലൽ. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നിന്നും ഈ മിററിൻ്റെ ഈ ലെൻസിൻ്റെ കോമ്പിനേഷൻ്റെ സിസ്റ്റത്തിൽ നിന്നും ലൈറ്റ് റേ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ദ ലൈറ്റ് റേ ഷുഡ് ബി പാരലൽ. അപ്പോൾ റിഫ്രാക്ഷന് ശേഷം ആഫ്റ്റർ റിഫ്രാക്ഷൻ ദ ലൈറ്റ് റേസ് ഷുഡ് ബി പാരലൽ, then only it will retrace its initial path. അപ്പോൾ ഈ ലൈറ്റ് റേസ് പാരലൽ ആയി എങ്കിൽ റിഫ്രാക്ഷന് ശേഷം ഒരു ലെൻസിൻ്റെ സിസ്റ്റത്തിൽ നിന്നും കോമ്പിനേഷനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലൈറ്റ് റേസ് പാരലൽ ആയി എങ്കിൽ വിച്ച് മീൻസ് ദ ലൈറ്റ് റേസ് ആർ കംസ് ഫ്രം ഫോക്കസിലൂടെ കടന്നു വരുന്ന ലൈറ്റ് റേസ് ആണ് റിഫ്രാക്ഷന് ശേഷം പാരലൽ ആവുക. ലൈക്ക് ദിസ്, ഇഫ് എ ലൈറ്റ് റേ passing through focus, if it is passing through focus after refraction, it will be parallel to the principal axis.
അപ്പോൾ രണ്ട് ലൈറ്റ് റേ ഫോക്കസിലൂടെ വരുന്ന ലൈറ്റ് റേസ് ആണ് റിഫ്രാക്ഷന് ശേഷം പാരലൽ ആവുക. സോ ദിസ് പോയിന്റ് ഇസ് ഫോക്കസ്. സോ ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് അറ്റ് ഫോക്കസ്. സോ ദിസ് എച്ച് ഈസ് ദ ഫോക്കസ് ഓഫ് ദ സിസ്റ്റം. So focus of the system have to find, and we have different options. We need to substitute these values for the refractive index. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഹൈറ്റിൻ്റെ വാല്യൂസ് ചെക്ക് ചെയ്യണം. So first of all we can derive an equation for the effective focal length of this combination. So first one is lens formed by the liquid. Refractive index of liquid is n, then the focal length of that liquid is minus of r divided by n minus 1 because it is plano-concave, and the focal length of that exact plano-convex lens is r divided by convex lens, so the focal length is positive, r divided by refractive index is 1.6. Oh, anyway നമുക്ക് ലാസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിനെ n1 എന്ന് മാർക്ക് ചെയ്യാം, ഇതിനെ n2 എന്ന് മാർക്ക് ചെയ്യാം, -1. കോമ്പിനേഷൻ വരുന്ന സമയത്ത് 1/f is equal to 1/f1 plus 1/f2. f1 and f2, f1 plus 1/f2. അപ്പോൾ മൈനസ് വരുന്നതുകൊണ്ട് തിരിച്ചിടുന്ന സമയത്ത് 1/f is equal to n2 minus 1 divided by r minus n1 minus 1 divided by r. So finally we will get focal length is equal to r common denominator ആവും, r ന്യൂമറേറ്ററിലേക്ക് പോവും, r divided by, here it is n2 minus 1 minus n1 minus plus ആവും. അപ്പോൾ n2 minus 1 minus n1 plus 1. So ഈ പ്ലസ് 1ഉം -1ഉം ക്യാൻസൽ ആവും. അപ്പോൾ നിങ്ങൾക്ക് n2 minus n1 എന്ന് കിട്ടും. n2 is the refractive index of that convex lens and n1 is the refractive index of that liquid. Liquidൻ്റെ concave lensൻ്റെ refractive index ആണ് n1. അപ്പോൾ finally you will get r divided by n2 minus n1. This is the equation for effective focal length. So first option check ചെയ്യാം. Option A, focal length is equal to r divided by n2 minus n1. n2 is 1.6 minus n1 is 1.42. That is equal to 9 divided by 1.6 minus 1.42, that is 0.18. So that is equal to 900 divided by 18. 9 and 18 get cancelled out, we will get 2. 100 divided by 2, that is equal to 50 centimeter. So our option for n is equal to 1.42 h, that means focal length is equal to 50 centimeter. Option A is correct. And next is option B. Refractive index is 1.35. So f is equal to 9 divided by 1.6 minus 1.35. That is equal to 9 divided by 1.6 minus 1.35, that is 0.25. That is equal to 900 divided by 25. That is equal to 9 into 100 divided by 25. 100 by 25 is 4. 4 into 9 is equal to 36 centimeter. So h is equal to 36 centimeter because the radius of curvature is given in centimeter. So that is why h is equal to 36 centimeter. That is why option B also correct. And option C. Option C, f is equal to 9 divided by 1.6 minus 1.45. That is equal to 9 divided by 0.15. That is equal to 900 divided by 15. 90 divided by 15, you will get 6. So that is equal to 60 centimeter. 60 centimeter. Here it is given 65. So that is option C is wrong. And also option D will be wrong. While substituting, you can understand that easily. Option D is also wrong. So option A and B are correct. For this question, option A and B are correct. That is the solution of the question from ray optics. Next one. Specific heat capacity, question number 7. Specific heat capacity of a substance in temperature is dependent and it is given by a formula. Specific heat capacity is equal to C is equal to KT. So this T is temperature and that should be in Kelvin, where K is a constant, suitable dimension for SI unit. In SI unit, temperature should be measured in Kelvin. And T is absolute temperature. If the heat required to rise the temperature of a substance of 1 kilogram from minus
73 degrees Celsius to 27 degree Celsius is Nk, the value of N is. ഇത് ഈ സീരീസിലുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നമുക്കറിയാം ഹീറ്റ് റിക്വയർഡിൻ്റെ ഇക്വേഷൻ, general equation mc delta T, because C is a variable, C depends upon temperature, C is given as a function of temperature. Linearly temperature depend ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാം. സോ Q is equal to mc dt integral mc dt from T1 to T2. So Q is equal to M1 ആണ്. So integral 1 into C kt dt, so that is equal to kt square by 2. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. -73 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 200 കെൽവിൻ, ബിക്കോസ് 273 -73, ആൻഡ് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 300 കെൽവിൻ, 273 + 27. സോ ലിമിറ്റ് കൊടുക്കുമ്പോൾ 200 to 300, സോ k ഡിവൈഡഡ് ബൈ 2, അപ്പർ ലിമിറ്റ് 300, 300നെ സ്ക്വയർ ചെയ്യണം, 9 into 10⁻⁴ minus 200 square 4 into 10⁻⁴. So that is equal to k divided by 2, 9 minus 4, 5 into 10⁻⁴, that is k into 2.5 into 10⁻⁴, that is k into 25000, 25,000, k into 25,000. So the value of n is 25,000, n is equal to 25000. So that is the final answer. So thank you so much. ബാക്കി നമുക്ക് നെക്സ്റ്റ് സീരീസിൽ ചെയ്യാം. This is JB from Xylem Learning. Bye and all the best.